എല്ലാ വിദ്യാർത്ഥികൾക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ ഏകദേശം നമ്മൾ രണ്ടാമത്തെ യൂണിറ്റിലെ സെക്കൻഡ് ചാപ്റ്ററാണ് നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഗാന്ധിജി കൈസെ ബനെ എന്ന് പറഞ്ഞ ചാപ്റ്റർ. ആ ചാപ്റ്റർ നമ്മൾ ഫുള്ളായി കംപ്ലീറ്റ് ആയിട്ട് എടുത്തു. അതിനുശേഷം ഒരു വർക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് അതിലൊരു പ്രസംഗം എഴുതാനുണ്ട്. ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട മേരാ ജീവൻ ഹെ മേരാ സന്ദേശ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗാന്ധിജിയുടെ ആ പ്രസ്താവനയെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു പ്രസംഗം തയ്യാറാക്കണം. അപ്പോൾ ഇൻഷാല്ല നമ്മൾ ഇനി ആ ആക്ടിവിറ്റിയൊക്കെ, ആ പാഠത്തിൽ വരുന്ന മറ്റ് ആക്ടിവിറ്റിയൊക്കെ നമ്മൾ ചെയ്യുന്നത് സ്കൂൾ തുറന്നിട്ട് ക്ലാസ്സിൽ വെച്ചായിരിക്കും. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ആ സമയത്ത് പറയും. ഇപ്പം നമ്മൾ ആ യൂണിറ്റിലെ മറ്റൊരു ചാപ്റ്റർ ഉണ്ട്, ദീപ് ജലാവോ എന്ന് പറഞ്ഞ ചാപ്റ്റർ. ആ ചാപ്റ്റർ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കുന്നില്ല. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് തേർഡ് യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് നമ്മൾ തുടങ്ങി വെക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ദീപ് ജലാവോ എന്നുള്ള കവിതയും നമ്മൾ അടുത്ത ഇൻഷാല്ലാ ഓഫ്ലൈൻ ക്ലാസ്സിൽ എടുക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എന്താണ് മൂന്നാമത്തെ യൂണിറ്റിൽ നമുക്ക് ഫസ്റ്റ് പഠിക്കാനുള്ള ചാപ്റ്റർ നംഗെ പൈർ എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററാണ്. ഓക്കെ, നമുക്ക് അതിൻ്റെ മുന്നേ യൂണിറ്റിൻ്റെ തുടക്കത്തിൽ എഴുതിയിട്ടുള്ള ആ സെൻറ്റൻസ് ഒന്ന് വായിച്ചു നോക്കുക. എല്ലാവരും നോക്കുക. ഇതുകൂടെ പേജ് നമ്പർ 51 അതിൽ കാണാം, ഒരു ചിത്രം കാണാം. അതിന് താഴത്ത് എഴുതിയിട്ടുണ്ട് മസ്ബൂരി. ഏക് ദാവത് മേ മുല്ല നസീറുദ്ദീൻ ദോനോ ഹാത്തോം സെ ഖാന ഖാ രഹാ താ കിസി നെ ടോക്ക. ഒരു ദാവത്ത് ആണ് ഇവിടെ സദ്യ, ഒരു സൽക്കാരം എന്നൊക്കെ ഉദ്ദേശിക്കുക. ഒരു സദ്യയിൽ സൽക്കാരത്തിൽ മുല്ല നസീറുദ്ദീൻ എന്ന് പറഞ്ഞ ആളെ ദോനോ ഹാത്തോം സെ ഖാന ഖാ രഹാ താ, രണ്ട് കൈകൾ കൊണ്ടും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ദോനോ ഹാത്തോം സെ എന്ന് പറയുന്നത് കിസി നെ ടോക്ക, ആ സമയത്ത് ആരോ പറയാണ്. മുല്ല യഹ് ക്യാ കർ രഹേ ഹോ, അല്ല മുല്ല എന്താണ് നിങ്ങൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ദോനോ ഹാത്തും സെ ഖാ രഹേ ഹോ, നിങ്ങൾ രണ്ട് കൈ കൊണ്ടാണോ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ആ മനുഷ്യൻ ചോദിക്കാൻ. അപ്പോൾ തീസര ഹാത്ത് ജോ നഹീം, അപ്പോൾ മുല്ല നസറുദ്ദീൻ എന്താ മറുപടി പറഞ്ഞത്? തീസര ഹാത്ത് ജോ നഹീം, മൂന്നാമത് എനിക്കൊരു കൈയില്ല, അതുകൊണ്ട് ഞാൻ രണ്ട് കൈകൾ കൊണ്ട് കഴിക്കുന്നു. മുല്ലാനെ ജവാബ് ദിയ. അങ്ങനെ ആ ചോദ്യത്തിന് മുല്ല മറുപടി പറയണം. താഴെ നമ്മളോട് രണ്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. നോക്കൂ, ജീനയ്ക്ക് ലിയെ കിത്തനെ ഹാത്തോം കി സരൂരത്ത്, ജീവിക്കാൻ എത്ര കൈയാണ് നമുക്ക് ആവശ്യമുള്ളത്? കിത്തനെ ഹാത്തോം സെ സരൂരത്ത്, ക്യാ കബി സോച്ചാ ഹെ ജോ ബിനാ ഹാത്ത് ജീനേക്കോ മസ്ബൂർ, നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ബിനാ ഹാത്ത്, കൈയില്ലാതെയും മറ്റുമൊക്കെ ജീവിക്കുന്ന ആളുകളുടെ പ്രയാസങ്ങളെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഓക്കെ, അപ്പോൾ ഇവിടെ അതുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റോറി, ഒരു കഹാനിയാണ് നമുക്ക് എടുക്കാനുള്ളത്. കാലില്ലാതെ ജീവിക്കുന്ന ഒരു പെൺകുട്ടിയുടെ കഥയാണ് നംഗെ പൈർ എന്ന് പറഞ്ഞാൽ നഗ്നമായ കാലുകൾ എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ നമ്മൾ ആ പാഠത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കുന്നത്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. നോക്കൂ, വെങ്കടേഷ് മാഡ്കുൽക്കർ എന്ന കവിയാണ് ഈ കഥ എഴുതിയിട്ടുള്ളത്. നംഗെ പൈർ. दोपहर का समय था, बेबी अपने पलंग पर बैठी खिड़की से बाहर देख रही थी. दोपहर का समय എന്ന് പറഞ്ഞാൽ ഉച്ചക്കുള്ള ഒരു സമയം, ഉച്ചയ്ക്ക് ശേഷമുള്ള ഒരു സമയം. ബേബി അപ്പിനെ പളങ്ക് പർ ബൈട്ടി ഖിഡ്കി സെ ബാഹർ ദേഖ് രഹി തി. ബേബി, ഈ കഥയിലെ കഥാപാത്രമായിട്ടുള്ള ബേബി തൻ്റെ കട്ടിലിൽ ഇരുന്നു കൊണ്ട് ഖിഡ്കി സെ ബാഹർ ദേഖ് രഹി തി, ഈ ജനലിനുള്ളിലൂടെ പുറത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. बीच हाल में रखे रेडियो में 12:30 बजे के रिकॉर्ड बज रहे थे. ആ ഹാളിൽ വെച്ചിട്ടുള്ള റേഡിയോയിൽ 12:30-ക്കുള്ള എന്തോ പരിപാടികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശാന്ത് മാഹോൾ മേ ഗീതോം കെ സുർ ഗൂഞ്ച് രഹേ ഥേ, ശാന്തമായ അന്തരീക്ഷത്തിൽ പാട്ടിങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഹാളിലും പരിസരത്തൊക്കെ. സാമനെ കാ ബന്ദ് ഫാടക് ഖോൽക്കർ പോസ്റ്റ്മാൻ ഭീതറായ, അങ്ങനെ കുറച്ചു മുന്നുള്ള ഗേറ്റ് തുറന്നിട്ട്, ബന്ദ് ഫാടക് ഖോൽക്കർ, ഈ ഗേറ്റ് തുറന്നിട്ട് പോസ്റ്റ്മാൻ ഭീതറായ, ആ സമയത്താണ് പോസ്റ്റ്മാന് ഉള്ളിലേക്ക് വരുന്നത്. ഇവൾ ഇങ്ങനെ വീട്ടിനുള്ളിൽ ഇരിക്കുന്ന സമയത്ത്. അഹാത്തെ കി ബജരി പർ ഉസ്കി ആഹട്ട് സുനായി തീ, പതുക്കെയാണ് അയാൾ കാല് വെക്കുന്നതെങ്കിലും അയാളുടെ സൗണ്ട് കേൾക്കാമായിരുന്നു. അതാണ് അഹാത്തെ എന്ന് പറഞ്ഞാൽ പതുക്കെ. പോസ്റ്റ്മാൻ की आवाज़ उसके कानों में आई पर फर्श पर टाक के गिरने की आवाज़ सुनाई नहीं दी. പോസ്റ്റ്മാൻ്റെ ശബ്ദം അവൾക്ക് കേട്ടു, പോസ്റ്റ്മാൻ വരുന്ന ശബ്ദം അവൾക്ക് കേട്ടു, എന്നാൽ തറയിൽ ഫർസ് പർ ടാക്ക് കെ കിരണയ്ക്ക് അവ സുനായി നെയ്തി, എന്നാൽ തറയിൽ ടാക്ക് കെ കത്ത് വീഴുന്ന സൗണ്ട് അവ സുനായി നെയ്തി അവൾ കേട്ടില്ല. സുനായി നെയ്തി എന്ന് പറഞ്ഞാൽ അവൾ കേട്ടില്ല. പോസ്റ്റ്മാൻ വരുന്ന സൗണ്ട് അവൾ കേട്ടു,
എന്നാൽ പോസ്റ്റ്മാൻ കത്ത് തറയിലിടുന്ന സൗണ്ട് അവൾ കേട്ടില്ല. ബേബി പീച്ചെ മുടി, അങ്ങനെ ബേബി പിന്നിലേക്ക് തിരിഞ്ഞു. സമ്പൽക്കർ പലങ് സെ ഉതരി, അങ്ങനെ ഒരു പ്രയാസപ്പെട്ട് അവൾ കട്ടിൽ നിന്നും എണീറ്റു. ഫിർ ബൈസാഖിയോं के सहारे एक एक कदम चलकर दरवाजे तक आई. പിന്നീട് ബൈസാഖി എന്ന് പറഞ്ഞാൽ ഊണുവടി, അവളുടെ കയ്യിൽ പിടിച്ചിട്ടുള്ള സഹായിക്കാനുള്ള ആ വടി, ഊണുവടി പിടിച്ചിട്ട് അതിൻ്റെ സഹായത്തോടെ അവൾ എന്ത് ചെയ്തു, ഏക്ക് കദം ചൽക്ക ദർവാസത്തേക്കായി, ഓരോരോ സ്റ്റെപ്പ് വെച്ചിട്ട് ഈ വാതിലിൻ്റെ അടുത്തേക്ക്, ദർവാസത്തേക്കായി എന്ന് പറഞ്ഞാൽ വാതിലിൻ്റെ അടുത്തേക്ക് പോയി. ബന്ദ് ദർവാസ ഗോൽനെ ഉസെ തോടാ സമയിലേക്ക, അടച്ചിട്ട വാതില്, ബന്ദ് ദർവാസ അടച്ചിട്ട വാതില് തുറക്കാൻ ഉസെ തോടാ സമയിലേക്ക, അവൾക്ക് കുറച്ച് സമയം വേണ്ടി വന്നു. ആ കാരണം നമുക്കറിയാം, ആ കുട്ടി ഒരു കാലുകൊണ്ടാണ് നടക്കുന്നത്, സ്വാഭാവികമായിട്ട് അതിനെ നിയന്ത്രിച്ച് കൊണ്ട് വേണം വാതിൽ തുറക്കാൻ, അതുകൊണ്ടാണ് സമയാധിയായി. दरवाजे से बाहर और हाल को पार कर आगे आने में देर लगी. ദർവാസ വാതിൽ തുറന്നിട്ട് പുറത്തേക്ക് ഉള്ള സിറ്റ് ഔട്ടിലേക്ക് എത്താനും അവൾക്ക് കുറച്ച് സമയം വേണ്ടി വന്നു. വഹ് ദർവാസയെ പ്രഭവിച്ചു, അങ്ങനെ വാതിലിനടുത്തെത്തി. വഹാം ഹാത്ത് മേൻ ടാക്കിലിയെ പോസ്റ്റ്മാൻ ഘടാത, അപ്പോൾ അവൾ എന്താ കണ്ടത്, കയ്യിൽ കത്തുമായിട്ട്, ഹാത്ത് മേൻ ടാക്കിലിയെ കയ്യിൽ കത്തുമായിട്ട് പോസ്റ്റ്മാൻ ഘടാത, പോസ്റ്റ്മാൻ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഘടാത എന്ന് പറഞ്ഞാൽ നിൽക്കുന്നുണ്ടായിരുന്നു. ഫർസ് പർ ടാക്ക് ഫേങ്ക് കർ അബി ഗയാ നീന്ത, അയാൾ കത്ത് ഫർസ് പർ തറയിലിട്ടിട്ട് അല്ലെങ്കിൽ മുറ്റത്തിട്ടിട്ട് അയാൾ തിരിച്ചു പോയിട്ടില്ല. അയാൾ എന്താ ചെയ്തത്, പിന്നെ കത്തുമായിട്ട് അവിടെ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്ന കാഴ്ചയാണ് ആര് കണ്ടത്, ബേബി. അപ്പോൾ ഇവിടെ ഈ വീട്ടിൽ, ഈ ബേബി താമസിക്കുന്ന വീട്ടിൽ അമ്മയും അച്ഛനും അവളും മാത്രമേ ഉള്ളൂ. അപ്പോൾ അവൾക്ക് ജന്മനാ തന്നെ ഒരു കാലില്ല, പിന്നെ അതുകൊണ്ട് അവളുടെ ആ ഊണുവടിയുടെ സഹായത്തോടെയാണ് അവൾ ജീവിക്കുന്നത്. ഓക്കെ, അപ്പോൾ സാധാരണ പോസ്റ്റ്മാൻ വരുന്ന സമയത്ത് കത്തൊക്കെ അവിടെ തറയിലിട്ട് പോവുകയാണ് പതിവ്. പക്ഷേ ഇന്ന് അവൾ പിന്നെ വ്യത്യസ്തമായിട്ട് കത്തും പിടിച്ചു നിൽക്കുന്ന പോസ്റ്റ്മാനെയാണ് ബേബി കണ്ടിട്ടുള്ളത്. സീറ്റിയോം കെ ഊപ്പർ ഓക്കർ ഉസ്നെ ഹാത്ത് ബടായ, സീറ്റി എന്ന് പറഞ്ഞ സ്റ്റെപ്പിന് മുകളിൽ നിന്നിട്ട് അവൾ എന്ത് ചെയ്തു, കൈ നീട്ടി, കത്തിന് വേണ്ടി കൈ നീട്ടി. ഉസ്നെ ധ്യാൻ ദിയാക്കി ആജ് പോസ്റ്റ്മാൻ ദൂസരാ ഹി ഹെ, അവൾക്ക് തോന്നി, അവൾ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ അവൾക്ക് മനസ്സിലായി ഇന്നത്തെ പോസ്റ്റ്മാൻ ദൂസര എന്ന് പറഞ്ഞാൽ പുതിയ ഒരാളാണ്, വേറൊരാളാണ്. ഇന്നലെ വരെ വന്നിരുന്ന ആളായിരുന്നില്ല ഇന്ന് വന്നിട്ടുള്ളത്. സദാക്ക വഹ് ദാടി വല പോസ്റ്റ്മാൻ നെഹിം, സ്ഥിരമായിട്ട് വരുന്ന ആ താടിക്കാരനായിട്ടുള്ള പോസ്റ്റ്മാൻ അല്ല, ദാടി വാല എന്ന് പറഞ്ഞാൽ താടിക്കാരനായിട്ടുള്ള. ബച്ചോം കെ സെ ചെഹരെ വാല യഹ് നയ പോസ്റ്റ്മാൻ, ഈ ഇന്ന് വന്ന പോസ്റ്റ്മാൻ എങ്ങനെയാണ്, ബച്ചോം കെ സെ ചെഹര, കുട്ടികളുടെ പോലെ മുഖമുള്ള ഒരു പുതിയ പോസ്റ്റ്മാൻ, നയ പോസ്റ്റ്മാൻ. ഓക്കെ, അപ്പോൾ ഇന്ന് അതുകൊണ്ടാണ് ആ പുതിയ പോസ്റ്റ്മാൻ ആയതുകൊണ്ടാണ് ആ കത്തുമായിട്ട് അവിടെ നിന്നത്. സാധാരണ മറ്റുള്ള താടിക്കാരനായ പോസ്റ്റ്മാൻ എന്താ ചെയ്യല്, കത്ത് അവിടെ തറയിലിട്ടിട്ട് അയാൾ പോവുകയാണ് പതിവ്. ഉസ്നെ എക് നസർ ബേബി കെ പൈരോം കി ഓർ ദേഖ ഉസെ ഷാഹിദ് ധക്ക സലക, പെട്ടെന്ന് അയാൾ ഏക് നസർ ബേബിക്ക് പൗരോം കി ഓർ ദേഖ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അയാൾ ബേബിയുടെ കാലിലേക്ക് അയാളൊന്ന് ജസ്റ്റ് നോക്കിപ്പോയി. ഉസേ ഷായദ് ധക്കാസല, അയാൾക്ക് പെട്ടെന്നൊരു വിറയൽ പോലെ തോന്നി, പെട്ടെന്നൊരു ഞെട്ടൽ പോലെ അയാൾക്ക് തോന്നി. ഉസ്നെ ഠാക്ക് ബേബിക്ക് ഹാത്ത് മേൻ ദേദി, അയാൾ തൻ്റെ കയ്യിലുള്ള കത്ത് ബേബിയുടെ കയ്യിലേക്ക് കൊടുത്തു. ബൂഡെ പോസ്റ്റ്മാൻ കി തര ഇസ് പോസ്റ്റ്മാനെ ഉസ്സെ കോയി ബാത്ത് നക്കി, പഴയ പോസ്റ്റ്മാനെ പോലെ, അതാണ് ബൂഡെ പോസ്റ്റ്മാൻ കി തര, പഴയ പോസ്റ്റ്മാനെ പോലെ, ഇസ് പോസ്റ്റ്മാനെ ഈ പോസ്റ്റ്മാനും ഉസ്സെ കോയി ബാത്ത് നക്കി, അവളോട് പ്രത്യേകിച്ചൊന്നും സംസാരിച്ചില്ല. അപ്പോൾ പഴയ പോസ്റ്റ്മാൻ്റെ സ്വഭാവം ഒന്നും സംസാരിക്കാത്ത പ്രകൃതമാണ്, കത്തിട്ട് പോകുന്നത്. ഇയാളും അതേപോലെ തന്നെ ഒന്നും മിണ്ടില്ല. മാം കെ ഹാത്ത് മേൻ ഡാക്ക് ദേക്കർ ബേബി പീച്ചെ ഓർ മുടി और ബഡി കുർസി പർ ബൈറ്റ് കർ ബോലി, അങ്ങനെ അമ്മയെ കയ്യിൽ കിട്ടിയ കത്ത് അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് അവൾ ഒരു വലിയ കസേലയിൽ ഇരുന്നു കൊണ്ട് പറയാണ്, മാം ആജ് കാ പോസ്റ്റ്മാൻ നയാതാ, അമ്മേ ഇന്നത്തെ പോസ്റ്റ്മാൻ പുതിയതാണ്, ഇന്നത്തെ പോസ്റ്റ്മാൻ പുതിയതാണെന്ന് അവൾ പറയാം. ഓക്കെ, तो इसमें आश्चर्य की कौन सी बात बदल गया होगा, അപ്പോൾ അമ്മ വളരെ സിമ്പിളായിട്ട് പറയാണ്, ഇസ്മേ ആശ്ചര്യ की कौन सी बात, ഇതിലിപ്പോൾ പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട കാര്യമൊന്നുമല്ല, ബദൽ ഗയ ഹോക, മാറ്റം കിട്ടി വന്നതായിരിക്കും, പഴയ പോസ്റ്റ്മാന് വേറെ സ്ഥലത്തേക്ക് മാറ്റം കിട്ടിയിട്ടുണ്ടാവും, അതുകൊണ്ട് വേറൊരാൾ വന്നതായിരിക്കും എന്ന് അമ്മ പറഞ്ഞു. ബേബി की माम ने बालमित्र का नया अंग बेबी के अंचल में रहेगा, ബേബിയുടെ അമ്മ ബാലമിത്രത്തിൻ്റെ പുതിയ പതിപ്പ് ബേബിയുടെ മടിയിലേക്ക് ഇട്ട് കൊടുത്തു. ഫിർ റേഡിയോ ബന്ദ് കർക്കെ അപ്പനെ കമരമേ ചലിക്കൈ, എന്നിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന റേഡിയോ ഓഫാക്കിയിട്ട്, റേഡിയോ ബന്ദ് കർക്കെ എന്നാണ്, റേഡിയോ ഓഫാക്കിയിട്ട് അമ്മ തൻ്റെ അപ്പനെ കമരമേ ചലിക്കൈ തൻ്റെ റൂമിലേക്ക് പോയി. ദോപഹർ മേ ബേബി കോ ഹമേഷ അക്കേലാപ്പൻ ലഗത്ത, ഉച്ചയ്ക്ക് ശേഷം
ബേബിക്ക് ഹമേശ എല്ലായ്പ്പോഴും അക്കേലാപ്പൻ ലഗിത്തതാണ് ഒരു ഒറ്റപ്പെടൽ അനുഭവപ്പെടും. പിന്നെ അമ്മ പോയി റെസ്റ്റ് എടുക്കുന്ന സമയത്ത് അച്ഛൻ ജോലിക്ക് പോയിട്ടുണ്ടാവും. ആ സമയത്ത് അവൾ ഒറ്റയ്ക്ക് ഇങ്ങനെ ഒരു ഒറ്റപ്പെടൽ അവൾക്ക് അനുഭവപ്പെടും. അതാണ് അക്കേലാപ്പൻ എന്ന് പറഞ്ഞത്. വഹ് കിസ്കെ സാത്ത് ബാത് കരെ കിസ്കെ സാത്ത് ഹസേ, അവൾ ആരോടാണ് സംസാരിക്കുക, ആരോടാണ് കളിച്ചിരികൾ പറയുക. ആ വീട്ടിൽ വേറെ ആരുമില്ല. യഹ് പ്രശ്ന സദാഹിയും ബനാരത്ത, ഈ പ്രശ്നം എപ്പോഴും, ഈ ചോദ്യം എപ്പോഴും അവിടെ ഉണ്ടായിരുന്നു. കാരണം അവൾക്ക് സംസാരിക്കാനും ചിരിക്കാനും പറയാനൊന്നും ആരും ആ വീട്ടിൽ ഇല്ലായിരുന്നു. ഏസേ ഹി സമയ വഹ് ബൂഢെ പോസ്റ്റ്മാൻ ആ ജായകത്ത, ഇങ്ങനെയുള്ള സമയത്തായിരുന്നു ആ വൃദ്ധനായ പോസ്റ്റ്മാൻ വരികയും പോവുകയൊക്കെ ചെയ്തിരുന്നത്. ആ താടിക്കാരനായ പഴയ പോസ്റ്റ്മാൻ വന്നും പോയൊക്കെ ഇരുന്നത്. വഹ് ഹമേശ ഹി ജൽദി മേ രഹത്ത, അയാൾ എന്ത് ചെയ്യും, വളരെ സ്പീഡിൽ വരും. ജൽദി മേ രഹത്ത ഫിർ ഭി കഭി കഭി ഖിഡ്കി തക്ക് ജാക്കർ ഡാക്തക്ക്, ചില സമയത്ത് അവൾ ഈ ജനലിലൂടെ കത്ത് അതിലേക്ക് ഇട്ടിട്ട് അയാൾ എന്ത് ചെയ്യും, വേഗം സ്പീഡിൽ പോവും. കോയി പരിചിത ആയതേക്കർ ബേബിക്കോ അച്ചലക്കത്ത, ആരെങ്കിലും പരിചയമുള്ള ആരെങ്കിലും കുടുംബക്കാരോ മറ്റോ ആരൊക്കെ വീട്ടിലേക്ക് വരുമ്പോൾ ബേബിക്ക് വളരെ നല്ല സന്തോഷം തോന്നുമായിരുന്നു. കാരണം അവൾക്ക് കുറച്ച് നേരമെങ്കിലും അവരോട് സംസാരിച്ചിരിക്കുക, കാര്യങ്ങളൊക്കെ പറയാം. അതുകൊണ്ട് തന്നെ അവൾക്ക് ഉച്ചയ്ക്ക് ശേഷം ഈ സമയത്ത് അവൾക്ക് വല്ലാത്ത ഒറ്റപ്പെടൽ അനുഭവപ്പെടുമായിരുന്നു. കുറച്ചും കൂടി എടുക്കാൻ, എന്നിട്ട് നമുക്ക് നിർത്താം. ഇസ്കെ ബാദ് തീസരെ ദിൻ ഫിർ പോസ്റ്റ്മാൻ കി ആവാസായി, അങ്ങനെ അതിനുശേഷം 2 ദിവസം കഴിഞ്ഞപ്പോൾ 3-ാമത്തെ ദിവസം വീണ്ടും പോസ്റ്റ്മാൻ വന്നു. തീസരെ ദിൻ, 3-ാമത്തെ ദിവസം പോസ്റ്റ്മാൻ വന്നു. ഠാക് ഗിർനയ്ക്ക് ആവാസ് നെഹി സുനായി ദി, കത്ത് വീഴുന്ന സൗണ്ട് കേട്ടില്ല അവൾ. പോസ്റ്റ്മാൻ വന്നത് കേട്ടു. ചൽത്തി ഹുയി ബേബി അഹാത്തമയായി, പതുക്കെ പതുക്കെ ബേബി ഈ സിറ്റ് ഔട്ടിലേക്ക് വന്നു. പോസ്റ്റ്മാൻ അബി ഘടാദ, അപ്പോൾ പോസ്റ്റ്മാൻ അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. ബേബിക്ക് ഓർ ദേഖ് കർ വഹ് മുസ്കുരായ, ബേബിയെ കണ്ടപ്പോൾ അയാൾ പുഞ്ചിരിച്ചു. മുസ്കുരായ എന്ന് പറഞ്ഞാൽ പുഞ്ചിരിച്ചു. ബേബി ബി ഹസി, ബേബിയും ചിരിച്ചു. ടാക്ക് ലേക്കർ ബേബിനെ പൂച്ച, കത്ത് വാങ്ങിയിട്ട് ബേബി ഈ പോസ്റ്റ്മാനോട് ചോദിക്കുകയാണ്, ക്യാ തും നയ പോസ്റ്റ്മാൻ ഹോ, എന്താ ചോദിച്ചത്, നിങ്ങൾ പുതിയ പോസ്റ്റ്മാൻ ആണോ? ജി ഹാ, അതെ, ഞാൻ പുതിയ പോസ്റ്റ്മാൻ. ഡാക്ക് ഫെങ്ക് കർ തും ചലേ ജായ കരോ മുझे ആനെ മേ ദർ ലഗ്തി, എന്താ ബേബി അവരോട് പറഞ്ഞത്, പോസ്റ്റ്മാനോട്, നിങ്ങൾ കത്ത് ഇവിടെ ഇട്ടിട്ട് നിങ്ങൾ പോയിക്കോളൂ, ഞാൻ വരാൻ നേരം വൈകും, നിങ്ങൾക്ക് ഇവിടെ കത്ത് ഇവിടെ ഇട്ടിട്ട് നിങ്ങൾക്ക് പോകാമെന്ന് പറഞ്ഞു. പോസ്റ്റ്മാനെ ബേബി കെ പൈരോ കി ഓർ ദേക്ക അവർ ദേർ തക്ക് മൗൻ രഹ, ആ സമയത്ത് വീണ്ടും പോസ്റ്റ്മാൻ ബേബിയുടെ കാലുകളിലേക്ക് നോക്കി കുറേ നേരം മൗനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇസ് ലഡ്കി കോ ഭഗവാനെ പയർ ക്യോം നെഹി ദിയെ, എന്നിട്ട് അയാൾ മനസ്സിൽ അയാൾക്ക് തോന്നുകയാണ്, എന്തുകൊണ്ടാണ് ഈ പെൺകുട്ടിക്ക് ഭഗവാനെ പയർ ക്യോം നെഹി ദിയെ, എന്തുകൊണ്ടാണ് ഈ പെൺകുട്ടിക്ക് ഈശ്വരൻ കാല് കൊടുക്കാതിരുന്നത്. ഏസാ ഷായത് ഉസേ ലഗാവുക, അങ്ങനെ അയാൾക്ക് തോന്നി. ഷായത് എന്ന ഒരു പക്ഷേ എന്നാണ് അർത്ഥം. വഹ് കുച്ച് ബോലാ നെഹി പർ ഉസ്കി ആംഗം സെ കുച്ച് യഹി ഭാവ് ചൽക്ക, അയാളൊന്നും മിണ്ടില്ല, പക്ഷെ അയാളുടെ മനസ്സിൽ ഇത് തന്നെയായിരുന്നു ചോദ്യം, എന്തുകൊണ്ടാണ് ഈ കുട്ടിക്ക് പിന്നെ ഈശ്വരൻ കാല് കൊടുക്കാതിരുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ക്വസ്റ്റ്യൻ നിങ്ങളിവിടെ എഴുതണം. പിന്നെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ തന്നെ പേജ് നമ്പർ 52 കാണാം. ബന്ദ് ദർവാസ ഖോൽനെ ഉസ ദോട സമയലക, അടച്ചിട്ട വാതിൽ തുറക്കാൻ അവൾക്ക് ഭയങ്കര പ്രയാസം ഉണ്ടായിരുന്നു. ദർവാസെ ബാഹർ അവർ ഹാൾക്കോ പാർക്കർ ആകേമേ ദേർ ലഗ, വാതിൽ കടന്നിട്ട് മുറ്റത്തേക്ക് സിറ്റ് ഔട്ടിലേക്ക് എത്താനും കുറച്ച് വൈകുന്നുണ്ടായിരുന്നു. ദേർ ലഗാനൊക്കെ ക്യാ കാരൻ ഹേ, ബേബി വൈകാനുള്ള കാരണം എന്താണ്? അപ്പോൾ ഒരു 3-4 സെൻറ്റൻസിലാക്കിയിട്ട് ആൻസർ ചെയ്യണം. ക്വസ്റ്റ്യൻ എഴുതിയെടുക്കണം, അതിൻ്റെ കൂടെ ആൻസർ എഴുതണം. ഓക്കെ, അപ്പോൾ നമ്മൾ ബാക്കി അടുത്ത ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് നമുക്കിതിൻ്റെ ബാക്കി എടുക്കാം. അപ്പോൾ എല്ലാവരും എടുത്ത ഭാഗങ്ങൾ വളരെ എളുപ്പത്തിൽ മനസ്സിലാവുന്ന ഒരു ചാപ്റ്ററാണ്. നല്ലോണം വായിക്കുക. വായിച്ചിട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ വീഡിയോ കണ്ട ഉടനെ തന്നെ ചോദിക്കുക. ഓക്കെ, താങ്ക്സ്.